ഓരോ തവണയും ഞാൻ അങ്ങോട്ട് പറയാറില്ലേ, എന്റെ മനസ്സിന് കൃത്യമായിട്ടൊരു ഉത്തരം തരാൻ. ഇതുവരെ അത് സാധിച്ചിട്ടില്ല. ഇപ്പോഴും അതങ്ങനെ തന്നെയാ. ഇപ്പൊ എനിക്കുള്ള നിർദ്ദേശം അറിയാലോ. പ്രിയങ്കയ്ക്ക് മരുന്ന് മണിയറ ഒരുക്കി കൊടുക്കണം. ഇതിനപ്പുറത്തേക്ക് ഈ ചിത്രം ഞാൻ സൂക്ഷിച്ചൂടാ. ഞാനിത് ഉപേക്ഷിക്കാം. അതോടൊപ്പം എന്റെ മനസ്സിലുള്ള എല്ലാ ചിന്തകളും ഞാനിത് ഉപേക്ഷിക്കാം. എത്രയോ കാലം അങ്ങയോടുള്ള പ്രണയം കൊണ്ട് രാധ അങ്ങയുടെ ധവൻ കൊതിച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും അത് സാധിച്ചിട്ടില്ലല്ലോ. ആ കൂട്ടത്തില് പാവം മനുഷ്യ സ്ത്രീയായ ഞാനും. എന്റെ മനസ്സിന് കരുത്ത് തരണം. മരുണിന്റെ അമ്മ പറയുന്ന പോലെ എല്ലാം ചെയ്യാനുള്ള ശക്തി എനിക്ക് തരണം. അത് മാത്രമേ ഇപ്പൊ എനിക്ക് പറയാനുള്ളൂ. മോനെ, എന്താ ഇത് നിനക്കുള്ള. എന്തിനിപ്പോ? എന്റെ പിറന്നാളല്ലല്ലോ, ഓണോ അല്ല, വിഷു അല്ല. അതൊന്നും അല്ലാതെ എന്താ, നിനക്ക് വേണ്ടി എനിക്കൊന്നും വാങ്ങിക്കൂടെ? നിനക്കത് നല്ല ചേർച്ചയായിരിക്കും. എന്തായാലും ഇരിക്കട്ടെ. ഇത് വെറുതെ കയ്യിൽ വെക്കാനല്ല തന്നത്. നീ പോയത് ഇട്ടുണ്ടോ വന്നേ. ഞാനിത് വെറുതെ ഇട്ടിട്ട് എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ? അമ്മേ സത്യം പറ, ഏതെങ്കിലും അമ്പലത്തിൽ കൊണ്ടുപോയി എന്നെ ഇരുത്താനുള്ള പരിപാടിയാണോ? അതൊന്നും അല്ല, ഇതിട്ട് നിന്നെ കാണണമെന്ന് തോന്നി, അതുകൊണ്ടാ ഇടാൻ പറഞ്ഞ. അത് വല്ലാത്തൊരു ആഗ്രഹമാണല്ലോ. ഈ ആഗ്രഹത്തിൽ ഇനി എന്തെങ്കിലും ഒരു ദുരൂഹത ഉണ്ടോ? എന്നെ നിനക്ക് വിശ്വാസമില്ലേ? നിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലാതെ ഞാൻ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? അയ്യോ വേണ്ട 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 വേണ്ട. ഇനി ഇതിന്റെ പേരും പറഞ്ഞൊരു സങ്കടം പിടിക്കണ്ട. പിന്നെ അമ്മ എനിക്കൊരു മുണ്ടും ജുബിയും തരുന്നു, അതൊന്ന് ഇട്ട് കാണാൻ അമ്മ ആഗ്രഹിക്കുന്നു. അതെങ്കിലും ചെയ്യാത്തൊരു മകൻ ഭയങ്കര ക്രൂരനല്ല അമ്മേ. മാറ്റിയേക്കാം. അതെ, ഇപ്പൊ നീ നിന്റെ മുറിയിലോട്ട് പോണ്ട, ഞങ്ങളുടെ മുറിയിൽ പോയി മാറ്റിക്കോ. അതെന്തു പറ്റി എന്റെ മുറിയില്? ഞാൻ ആ മുറി വൃത്തിയാക്കാൻ കയറാൻ പോവാ. ഈ രാത്രി മുറി വൃത്തിയാക്കാൻ അമ്മയ്ക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? അവിടെ എന്താ കാട് പിടിച്ചു കിടക്കുന്നോ? അതൊന്ന് വൃത്തിയാക്കുന്നതിൽ നിനക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. എന്നാ അമ്മ രാധികയോട് വൃത്തിയാക്കാൻ പറഞ്ഞു. വേണ്ട. അതിനെന്താ, രാധിക വീട്ടിലെ ജോലികളൊക്കെ ചെയ്യാറുള്ളതല്ലേ? പകല് മുഴുവൻ അത് പണിയെടുക്കുമായിരുന്നു. ഇനി രാത്രിയും കൂടി അതിനെ പണിയെടുപ്പിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ബുദ്ധിമുട്ടിക്കണ്ടെന്നാ പറഞ്ഞേ. നീ പോയി മാറ്റാൻ നോക്ക്, വെറുതെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കാതെ. എന്തോ മൊത്തത്തിൽ എനിക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല കേട്ടോ. പത്മിനി മാഡം, ഒരുങ്ങിക്കഴിഞ്ഞപ്പോ എന്തൊരു ഭംഗിയാ മോളെ കാണാൻ. നിന്നെ തോൽപ്പിക്കാൻ ആരെ കൊണ്ടും പറ്റില്ല. ഇതെന്താ അമ്മേ, ഇവിടെ വല്ല സിനിമ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടോ? അല്ല, ഈ ഒരുക്കത്തിന്റെ അർത്ഥം എന്താ? പെണ്ണുങ്ങൾ ഒരുങ്ങുന്നത് തെറ്റൊന്നുമല്ലല്ലോ, അത് നീയും ചെയ്യാറില്ലേ? ഞാനും ഒരുങ്ങാറുണ്ട്, അതിന് ഒരുപാട് സമയം എടുക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെ രഹസ്യമായി ഒരുങ്ങാറില്ല. ആര് പറഞ്ഞു രഹസ്യമായിട്ടാ ഒരുങ്ങുന്നേന്ന്? മോള് തനിച്ചല്ലോ, ഞാനില്ലേ കൂടെ. പ്രിയങ്കേ, എന്താ കാര്യം? നീ എന്താ ഒരുങ്ങിയിരിക്കുന്നെ? അതും ഈ രാത്രിയില്. ഇനി നിന്റെ ആഗ്രഹം പോലെ വല്ല ഫോട്ടോഷൂട്ടോ ഉണ്ടോ? ഇല്ല. കൽപ്പന, മുറിയിലേക്ക് ചെല്ല്, ഇത് ഞാൻ നോക്കിക്കോളാം. ഇതല്ലേ അമ്മ ഞാനും ചോദിച്ചത്.
എന്താ ഇതിലെ രഹസ്യമെന്ന്? ഓ, ചിലപ്പോ പൂജ വല്ല ഉണ്ടാവുമല്ലേ? പൂജയ്ക്ക് ആരും ഇങ്ങനെ ഒരുങ്ങില്ലല്ലോ. അമ്മേ, മണിയറ ഒരുക്കി. മണിയറയോ? ആർക്ക്? ഡി, ആർക്ക് മണിയറ ഒരുക്കിയ കാര്യം നീ പറഞ്ഞത്? ചോദിച്ചത് കേട്ടില്ലേടി? ദേ, അവളോട് ദേഷ്യപ്പെടണ്ട. മണിയറ ഒരുക്കിയത് വരുണിനും പ്രിയങ്കയ്ക്കുവാ. അതെന്താ പറ്റി? ഓ, ഇപ്പൊ എല്ലാം റീക്രിയേറ്റ് ചെയ്യലാണല്ലോ. ആദ്യ രാത്രി റീക്രിയേറ്റ് ചെയ്യണമെന്ന് നീ വലുതും പറഞ്ഞോ രാധികെ? അതോ വരുണാണോ ആഗ്രഹിച്ചത്? അവര് രണ്ടുപേരുമല്ല, ഞാനാ ആഗ്രഹിച്ചത്. രാധികെ, പ്രിയങ്ക നീ മുറിയിലേക്ക് കൊണ്ടുപോകും. വാ മോളെ. അതെ, നിക്ക്. കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ട് പോയാ മതി. കൽപ്പനയുടെ ചോദ്യം എന്നോടായിരുന്നില്ലേ? ഉത്തരം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പൊയ്ക്കോ. എന്താ അമ്മ ഇതൊക്കെ? വരുണും പ്രിയങ്കയുള്ള ബന്ധത്തിൽ ചില താളപ്പിഴകൾ ഉണ്ടെന്ന് മറ്റെല്ലാവരെയും പോലെ നിനക്കും അറിയാലോ. അത് ഇന്നത്തോടെ അവസാനിക്കും. എങ്ങനെ? വരുൺ സമ്മതിച്ചോ? സമ്മതിച്ചു.